ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പട്ടുപാവാടയാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു സാരിയിൽ നിന്നാണ് നമ്മൾ ഈ പട്ടുപാവാട തയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ പാവാടയും റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ സാരിയുടെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വിരിവ്, അതായത് ഒരു 3 മീറ്ററാണ് നമ്മൾ പാവാടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് വെട്ടി മാറ്റാം. പിന്നെ അതുപോലെ തന്നെ വിത്ത് ബ്ലൗസ് നമുക്കിതിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോപ്പ് തുന്നുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പാവാട എങ്ങനെയാണ് തുന്നുന്നത് അതുപോലെ തന്നെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ മുന്താണിയുടെ ഭാഗം ഒന്ന് മാറ്റാം. നമ്മൾ 3 മീറ്ററാണ് കേട്ടോ പാവാടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ സാരിയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പട്ടുപാവാട അതുപോലെ തന്നെ പാവാടയും ഫ്രോക്കൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാരിയൊക്കെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷെൽഫിലൊക്കെ എടുത്ത് വെക്കുന്ന ടൈപ്പ് സാരികളാണ്. കാരണം പട്ടിൻ്റെ സാരികൾ നമ്മൾ കൂടുതലും അങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കല്യാണം അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ അല്ലേ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ പാവാടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇടാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയി പട്ടുപാവാടൊക്കെ മേടിക്കുന്നതിനും തുണി എടുക്കുന്നതിനൊക്കെ നല്ലത് ഇതുപോലെ നമുക്ക് സാരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാവാടയും ടോപ്പൊക്കെ തയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ സെറ്റ് സാരികളൊക്കെ നമ്മൾ കുറേ നമ്മൾ മേടിച്ച് വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് ഇതുപോലെ പാവാട ഇതേ മോഡൽ പട്ടുപാവാടൊക്കെ നമുക്ക് തന്നെ തയ്ച്ചിടാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത്. എപ്പോഴെല്ലാവർക്കും ഓണം വിഷുവൊക്കെ ആകുമ്പോഴേക്കും സെറ്റിൻ്റെ പാവാടയും അതുപോലെ തന്നെ പട്ടുപാവാടയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിലൊരു പാവാട ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലെങ്ത്ത് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, മെഷർമെൻറ്റ് എടുക്കാം. നമുക്ക് എന്തോരം വേണം ഇറക്കുന്നുള്ളത് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു 39-40 ആ റേഞ്ചിലാണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള കുട്ടിക്കാണ്. അപ്പോൾ അത്യാവശ്യം ഈ ലെങ്ത്ത് തന്നെ മതിയാവും കേട്ടോ എല്ലാവർക്കും. ഇത് കൂടുതലായിരിക്കും, കാരണം നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടാം. അപ്പോൾ നമുക്കൊരു 39 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 38-39 തയ്യൽ തുമ്പ് ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പട്ടുപാവാട ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ അളവുകൾ ഇതുപോലെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് പാകമുള്ള പാവാടകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അത്യാവശ്യം നല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്ന പാവാടകൾ, നമുക്കിപ്പോൾ പാകമുള്ള പാവാടകളൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ അതിൽ നിന്ന് ലെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ വിരിവും പിന്നെ അലസ്റ്റിക്കൊക്കെ വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം. ഇത് നമ്മുടെ സാധാരണയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പാവാടയിൽ നിന്ന് നമ്മൾ അരവണ്ണം അളന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 16 നമ്മൾ എടുക്കുന്നത്. 16 നമുക്ക് എടുക്കുന്നത്. ഒരു 32 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 16 നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം, 16 കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പട്ടുപാവാടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 3 മീറ്ററല്ലേ തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 1.5 മീറ്റർ തുണി എന്ത് ചെയ്യുക, നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, 1.5 മീറ്റർ കറക്റ്റ് വിരിവ് എന്ത് ചെയ്യണം, നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ 1.5 മീറ്ററിൽ അടിക്കുമ്പോൾ കറക്റ്റ് 16 കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ 1.5 മീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, 16 ഇഞ്ചാക്കി മാറ്റണം. നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് 16 ഇഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പ്ലീറ്റ് ഇട്ട് ആ ഒരു വിരിവ് നമ്മൾ അളന്ന് നോക്കുമ്പോൾ 16 ആയിരിക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം, പ്ലീറ്റ് ഇടണം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ പകുതി 1.5 മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടിയിട്ടാണ്. ആ പകുതിയോളം നമ്മൾ പകുതി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 16 ഇഞ്ചായിരിക്കണം. കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ബാക്കി 1.5 ഇഞ്ചിൽ അടുത്ത 16 എന്ത് ചെയ്യണം, 16 ഇഞ്ച് തന്നെ ആയിരിക്കണം അപ്പുറം ഇപ്പുറമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടിച്ച് വരുമ്പോൾ 16 കിട്ടണം. 16 ഇഞ്ചായിട്ട് മാറ്റണം നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1.5 മീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൊത്തം നമ്മൾ എടുത്തിട്ടുള്ളത് 3 മീറ്ററാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം. നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് ടോപ്പ് നമ്മൾ ആക്കുന്നത്. നമുക്ക് ഷോള് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ആദ്യമേ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ലെവലിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോളിന് കിട്ടും. അപ്പം നമ്മൾ പാവാടയ്ക്ക് വേണ്ടി അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ടോപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ സാരിയിൽ നിന്ന് തന്നെയുള്ള വിത്ത് ബ്ലൗസിൽ നിന്നാണ് നമ്മൾ ടോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് അതിൽ നിന്ന് ടോപ്പ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭംഗി ഇങ്ങനത്തെ പ്ലെയിൻ തുണിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ വിത്ത് ബ്ലൗസിൽ നിന്നാണ് നമ്മൾ ടോപ്പ് ഉണ്ടാക്കുന്നത്. അതിന് കൈക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സൈഡിലെ പട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ ആദ്യം തന്നെ.
അപ്പോൾ ഈ തുണിയിൽ നിന്നാണ് നമ്മൾ ടോപ്പ് ഉണ്ടാക്കുന്നത്. ഷോളിന് നമുക്ക് കരഭാഗങ്ങളൊക്കെ കിട്ടും, പിന്നെ പീസ് വർക്കുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു ടോപ്പ് വെച്ചിട്ട് നമ്മൾ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മെഷർമെൻറ്റുകളൊക്കെ നമുക്ക് തന്നെ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക എടുക്കാം. കഴുത്തിൻ്റെ ഇറക്കും അതുപോലെ തന്നെ വിരിവും നമുക്ക് തന്നെ നമ്മുടെ കയ്യിലുള്ള ടോപ്പിൽ നിന്ന് മെഷർമെൻറ്റുകൾ എടുക്കാം. നമുക്ക് 21 നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക തയ്യൽ തുമ്പായിട്ട്. പിന്നെ നമ്മൾ വണ്ണെടുക്കുന്നത് ഒരു 17.5 നമ്മൾ വണ്ണെടുക്കുന്നത്. അതായത് മൊത്തം 16 എടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് നമുക്കൊരു 17.5 നമുക്ക് എന്ത് ചെയ്യണം എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവിന് കിട്ടുന്ന തുണികൾ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു 1/2 മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ടോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തയ്ക്കാം കേട്ടോ. ഈ ബ്ലൂ കളർ ടോപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പീസൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനത്തെ കുറച്ച് ടോപ്പുകൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ നെക്കുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അടുത്ത വ്ലോഗായിട്ട് നമ്മൾ ഇടാം കേട്ടോ അത്. അപ്പോൾ ഇത് ചെറിയ സ്ലിറ്റ് പോലത്തെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അറ്റത്ത്. അപ്പോൾ അത് പാവാടയ്ക്കൊക്കെ ഇടാനായിട്ടാണ് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് വരാം. അപ്പോൾ ഇത് അതിൽ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റുകളൊക്കെ എടുത്തത്. നമുക്ക് കറക്റ്റ് പാകമുള്ളൊരു ടോപ്പിൽ നിന്ന് ഇതുപോലെ മെഷർമെൻറ്റുകളൊക്കെ എടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ തുണീനെ 2ആക്കി മടക്കിയിട്ടിട്ട് എന്ത് ചെയ്യുക, ആ മെഷർമെൻറ്റുകളൊക്കെ നമുക്കിതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് വെട്ടുന്നത്. കാരണം ഇതിൽ നിന്ന് സ്ലീവ് നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് കാരണം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടോപ്പിൻ്റെ അളവെടുക്കാൻ. അപ്പം നോക്ക്, ഷോൾഡർ നമുക്കിവിടെ 2 കിട്ടുന്നത്. അപ്പം നമുക്കൊരു 2.5 എടുക്കാം. തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഒരു 2.5 എടുക്കാം. ഇനി നമുക്ക് ഇവിടെ കഴുത്തിൻ്റെ ഇറക്ക് നോക്കാം. ഇവിടെ നിന്ന് താഴേക്ക് ഷോൾഡറിൻ്റെ അവിടെ പിടിച്ചിട്ട് താഴേക്ക് നോക്കാം കേട്ടോ. ഒരു 5 കേട്ടോ കിട്ടുന്നത്. 5 നമുക്ക് കഴുത്തിൻ്റെ ഇറക്കെടുക്കാം. നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് ഇറക്കെടുക്കുന്നത് ഒരു 21. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് 22 നമുക്ക് എടുക്കാം. അതിൽ ഈ പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്താം കേട്ടോ. അവിടെ നിന്ന് കറക്റ്റ് 22 എടുത്തിട്ട് ഇതാ ഇവിടെ പോയിൻ്റ് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് അടുത്തത് ഇവിടെ നിന്ന് ഒരു 5 നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതായത് കഴുത്തും അതുപോലെ തന്നെ ഷോൾഡറും കൂടിയിട്ടുള്ളതാണ് 5. ഇതിൽ നമുക്കിത് രണ്ടും സെപ്പറേറ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം. പിന്നെ ഷോൾഡർ നമ്മൾ എടുക്കുന്നത് ഒരു 2.5 കേട്ടോ. അപ്പോൾ 2.5 നമുക്ക് ഇവിടെ പോയിൻ്റ് മാർക്ക് ചെയ്യാം. പിന്നെ കഴുത്ത് വരുന്നത് ഒരു 2.25 അല്ലെങ്കിൽ 3 നമ്മുടെ കഴുത്ത് വരുന്നത്. ഇനി താഴേക്ക് കഴുത്തിൻ്റെ ഇറക്ക് എടുക്കുന്നത് ഒരു 5.15 5.5 എടുക്കാം കേട്ടോ. നമുക്ക് എത്ര നെക്ക് താഴ്ത്തണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അതേ അളവ് നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഷോൾഡർ അടിക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഏതാണ് അടയാളപ്പെടുത്തിയത് ആ ഒരു പോയിന്റിൽ തന്നെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നത്. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്കിത് കറക്റ്റായി വരയ്ക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നെക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേണൊക്കെ വെട്ടിയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പാറ്റേൺ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട നെക്ക് ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. ഇനി അടുത്തത് കൈക്കുഴിയാണ്. കൈക്കുഴി ഒരു 6 എടുക്കാം കേട്ടോ നമുക്ക്. അപ്പം നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പോയിന്റിൽ നിന്ന് 6 എന്ത് ചെയ്യുക, താഴത്തോട്ട് ഇതുപോലെ അടയാളപ്പെടുത്താം. എന്നിട്ടിത് നേരെ വരച്ച് യോജിപ്പിക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു ചെസ്റ്റിൻ്റെ അളവ് ഒരു 10 ആയിട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് ടാപ്പ് ഉപയോഗിച്ചിട്ടൊരു 10 എന്ത് ചെയ്യുക, അങ്ങോട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക ബാക്കിയുള്ള ഭാഗം. ഇനി സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം കേട്ടോ.
ഇനി ഇതിൽ കൈക്കുഴി നമുക്ക് അടയാളപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ 1 ഇഞ്ച് എന്ത് ചെയ്യുക, നമ്മൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തിടുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ റൗണ്ട് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. കഴുത്ത് വരയ്ക്കുമ്പോഴും നമ്മളിതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം അതിൽ കൂടെ നമ്മുടെ നെക്ക് വരയ്ക്കാനായിട്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ കൈക്കുഴിയും അതുപോലെ തന്നെ കഴുത്തും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 3 ഇഞ്ച്, നമ്മൾ 6 ഇഞ്ചിൽ എടുത്തിട്ടുള്ളത് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് കുത്തിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് എന്ത് ചെയ്യുക, വരയ്ക്കുക കേട്ടോ. ഇത് നമ്മുടെ കൈക്കുഴി വരയ്ക്കുന്നതാണ്. ഇനി നമുക്ക് കഴുത്ത് വരയ്ക്കാനും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ പോയിന്റിൽ കൂടെ നമ്മൾ റൗണ്ട് നെക്ക് വരച്ച് ചേർക്കാം. അപ്പം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് നെക്കുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ ടോപ്പുകൾക്കൊക്കെ പറ്റിയ നെക്കുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ എന്ത് ചെയ്യുക, പരീക്ഷിച്ചൊക്കെ നോക്കാം നെക്കുകളൊക്കെ. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അടിക്കുന്ന കാരണം റൗണ്ട് നെക്കിനെയാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ അതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ അതിന് മുമ്പ് ഷേപ്പും കൂടെ ഒന്ന് അടയാളപ്പെടുത്തണം. നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 10 അപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ടൊരു 9 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമുക്ക് കൈക്കുഴിയും കഴുത്തും ഇതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഭയങ്കര ലോങ് ആവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തുന്നത്. ഇനി ഇത് വെട്ടി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ബാക്ക് വെട്ടുന്നത് കേട്ടോ. ബാക്ക് വെട്ടുന്നതും ഇതും സെയിം തന്നെയാണ്. നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് തന്നെ വെട്ടാം. നെക്ക് മാത്രം നമുക്ക് കുറച്ച് ഡിഫറൻസ് ആക്കിയാൽ മതി. ബാക്ക് നെക്ക് നമ്മളൊരു 4 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ കഴുത്തൊക്കെ വരയ്ക്കുന്നത് നേരത്തെ വരച്ച പോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ എടുക്കേണ്ടത് 4 അടിയിലോട്ട് എടുക്കേണ്ടത് എത്രയാണ്, 4 ഇഞ്ചാണ് എടുക്കേണ്ടത് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് ബാക്കിയൊക്കെ നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ ഈ പാറ്റേൺ വെച്ച് തന്നെ ഷേപ്പും കാര്യങ്ങളൊക്കെ വെട്ടിയാൽ മതി. അപ്പോൾ അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെട്ടിയെടുക്കാം. പിന്നെ സ്ലീവും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു കട്ടിങ് കഴിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റിച്ചിങ് ആണ്. പാവാട സ്റ്റിച്ചിങ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ പിന്നെ പാവാട എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് തന്നെ തുണി 2ആക്കി മടക്കിയിടുക. അതുപോലെ തന്നെ നമ്മൾ തുണി കുറവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനും വെട്ടാനും ഒക്കെ പറ്റും കേട്ടോ, കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും വെട്ടണത് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ലെങ്ത്തും കാര്യങ്ങളൊക്കെ സെയിമാണ്. കൈക്കുഴിയും ഷോൾഡറും ഒക്കെ സെയിമാണ്. നമുക്ക് ഈ നെക്ക് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അത് നമ്മളെടുത്തതിന് 4ആക്കി മാറ്റണം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഈ ഷേപ്പിനനുസരിച്ച് എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ അടുത്തത് നമ്മൾ സ്ലീവാണ് വെട്ടുന്നത്. അതും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതേ നമ്മുടെ 2 ടോപ്പും നമ്മൾ വെട്ടിയിട്ടുണ്ട്. ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത്. ഇനി സ്ലീവും കൂടെ വെട്ടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ വെട്ടി നിങ്ങളുടെ കയ്യിലുള്ള സാരിയൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ വെട്ടിയൊക്കെ ഒന്ന് നോക്കാം. ഇനി അടുത്ത സ്ലീവ് ഇതുപോലെ തന്നെ നമ്മൾ പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ 2ആക്കി മടക്കിയിട്ടിട്ട് തുണിയിൽ ഇതുപോലെ ഈ പാറ്റേൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ചെറിയ ലെങ്ത് തന്നെയുള്ളതാണ് കേട്ടോ വെക്കുന്നത്. 3/4 വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് അടിയിലൊരു പട്ടയും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് തുന്നി ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ പാറ്റേൺ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് അളവെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പാറ്റേൺ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ 2 പാറ്റേൺ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ പാറ്റേൺ ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വെട്ടി ഇതുപോലെ മാറ്റാം. അങ്ങനെ സ്ലീവ് മാർക്ക് ചെയ്തേ കൂടെ നമുക്കതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവാടയും ടോപ്പും എല്ലാം കൂടെ കട്ട് ചെയ്യുന്നത്. നമ്മുടെ സെറ്റല്ല നമ്മുടെ പട്ടുപാവാട. അപ്പോൾ സെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ലീവ് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് പട്ട എന്ത് ചെയ്തു, കുറച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടൈലറിങ് ഞാൻ അടുത്തതിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ അത് കാരണം അടുത്ത വീഡിയോ ഇടാം.